എന്റെ അച്ഛനെ കൊണ്ടുചെന്ന് ചാടിച്ചിട്ട് കളിയാക്കുന്നു. ഋതു, ഇത് അമ്പലമുറ്റ. ഇവർക്കിട്ട് കൈവയ്ക്കല്ലേ. ദേവിക്ക് അതിഷ്ടമാണെങ്കിലും പരിശുദ്ധമായ ദേവാലയത്തിൽ വെച്ച് തല്ലുന്നത് ശരിയല്ലല്ലോ. നിർത്തടാ. സിന്ദൂർ അണിയിക്ക. രണ്ടുപേരും പ്രാർത്ഥിച്ചോളൂ. ശരി ശരി, ഞാൻ വിളിക്കാം. ആ സിസ്റ്റർ എന്താ താമസേ? ചടങ്ങ് കഴിഞ്ഞല്ലോ. അയ്യോ, മോളെ, ദേ അത് കണ്ടോ? ദേ നോക്കി. ഈ ശല്യം ഇവിടെ എത്തിയോ? ഇവരെ ഞാനൊന്ന് മോളെ, ഇത് അമ്പലാണ്. ഇതിന് അതിൻ്റെതായ വിശുദ്ധിയുണ്ട്. വിവേകത്തോടെ പെരുമാറണം. ആ മോളെ, അമ്മ അവിടെ കൈയും കെട്ടിയിരുന്നോ? ഇവിടെ എല്ലാം കൈവിട്ട് പോവാ. ഇപ്പൊ എന്ത് പറ്റി? നീ ഇപ്പൊ എവിടെയാ? ഞാനിവിടെ കുന്നത്തുകാവിലെ അമ്പലത്തില് കല്യാണത്തിന് വന്നത്. അവൻ അടുത്ത പെണ്ണിനെയും കെട്ടി അതിന്റെ ജീവിതം കൂടി തോലിക്കട്ടെ മോളെ. നിനക്കെന്താ? അതിന് എനിക്കൊന്നുമില്ല. ഞാൻ അത് പറയാനല്ല വിളിച്ചത്. ഇവിടെ മറ്റൊരു കാഴ്ച കണ്ടു, അത് പറയാനാ വിളിച്ച. എന്ത് കാഴ്ച? ഇവിടെ എന്റെ അച്ഛനും ആ സംയുക്ത നമ്പൂതിരിയും കൂടിയേ തിരുനടയിൽ നിന്നും പ്രാർത്ഥനയും ഡിസ്കഷനും. അവര് വന്നിട്ട് പ്രാർത്ഥിക്കട്ടെ മോളെ. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? അമ്മേ, ഇത്രയ്ക്ക് അങ്ങ് പാവമാവരുത് കേട്ടോ. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ശ്രേഷ്ഠമായ ഈ വിവാഹബന്ധം എത്ര നാള് തുടരും? കൂടിപ്പോയ ഒരാഴ്ച. അതിനിടയിൽ ഇവള് ജീവനും കൊണ്ട് ഓടും. ഈ കല്യാണം നടക്കരുതെന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചതാ. എന്റെ വെല്ലുവിളി നടക്കാതെ പോയതിന്റെ ദേഷ്യം കൊണ്ടൊന്നല്ല ഞാനീ പറയുന്നത്. ഇവളെ അവൻ കൊല്ലാതിരുന്നാ മതി. ആ, അതൊന്നും ഉണ്ടാവില്ല. അനന്തംപിള്ളയുടെ മോളല്ലേ. അയാൾ എന്തെങ്കിലും ജയിലിൽ നിന്ന് ഇറങ്ങാതിരിക്കൂ. അയാള് ഇവനെയും ഇവന്റെ അമ്മയെയും തട്ടും. അതുകൊണ്ട് ആ പേടി വേണ്ട. നിങ്ങൾ വാ. സിസ്റ്റർ പറഞ്ഞതല്ല ശരി. ഇവിടെ ഭദ്രകാളി മാത്രമല്ല, ദുർഗാദേവിയും ഉണ്ട്. അത് ശരിയാ സർ. ദുർഗാദേവിക്ക് അവിടെ പ്രാധാന്യം. ശുംഭ നിശുംഭന്മാരെയും ചണ്ട മുണ്ടന്മാരെയും രക്തബീജനെയും വധിച്ചിട്ട് തിരികെ വന്നതാ ദുർഗാദേവി. പക്ഷേ അമ്മ ഇവിടെ ശാന്തഭാവത്തിലായിരിക്കുന്നത്. സാറിന് പുരാണമെല്ലാം അറിയാല്ലേ? മാർക്കണ്ഡേയ പുരാണവും ദേവി ഭാഗവതവും ഒക്കെ അറിയാവുന്ന കഴിഞ്ഞ തലമുറയിലെ ഒരാളല്ലേ ഞാൻ. പോരാത്തതിന് കുറെ കാലം എഡ്യൂക്കേഷൻ മിനിസ്റ്ററും. ആ ശരിയാണല്ലോ. ഒരു മന്ത്രിയാകുമ്പോ ഇതെല്ലാം അറിഞ്ഞിരിക്കണമല്ലോ. പലർക്കും ഈ കഥയൊന്നും അറിയില്ല. അതെ, അമ്പലമുറ്റത്തെ പ്രണയ നാടകം എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ?
അത്തരം സിനിമകളൊക്കെ നിങ്ങളല്ലേ കാണൂ, ഞങ്ങളാരും കാണാറില്ല. അല്ല, ആ സിനിമ ഇവിടെ ഓടുന്നുണ്ട് 1-ാം വാരം. இந்த പടത്തിലെ നടിപ്പവർ പ്രതാപവർമാവും ഹീറോയിൻ സംയുക്താവും. അമ്പലമുറ്റത്ത് നിന്നേ നായകനും നായികയും മെഴുകുക. മര്യാദയ്ക്ക് സംസാരിക്ക. എന്റെ അച്ഛനെ കൊണ്ടുചെന്ന് ചാടിച്ചിട്ട് കളിയാക്കുന്നോ? ഋതു, ഇത് അമ്പലമുറ്റ. ഇവർക്കിട്ട് കൈവയ്ക്കല്ലേ. ദേവിക്ക് അതിഷ്ടമാണെങ്കിലും പരിശുദ്ധമായ ദേവാലയത്തിൽ വെച്ച് തല്ലുന്നത് ശരിയല്ലല്ലോ. നിർത്തടാ. ഡീ, ദീപക്കിന്റെയും നന്ദനയുടെയും കല്യാണത്തിന്റെ കൂടെ നിന്റെ അച്ഛന്റെ കല്യാണം കൂടി ഞാൻ നടത്തി കാണിക്കട്ടെ. ഇനി കളിയാക്കിയ നിങ്ങളുടെ കരണം ഞാൻ അടിച്ചു പൊളിക്കും. രാജു, കോയിൻ വല്ലതും കയ്യിലുണ്ടോ? ആ, ഉണ്ട്. സാറ് പറഞ്ഞാലും കാര്യമുണ്ട്. ആ. അച്ഛ, ഇത് അച്ഛന്റെ തലയ്ക്ക് ഒഴിഞ്ഞിടണം. ഇരു കൈകളും കൊണ്ട് ഇത് വാങ്ങി വലതുകാല് വെച്ച് അകത്തേക്ക് കയറിക്കോ.